കഴിഞ്ഞ ഒരു ദിവസം പയ്യന്നൂർ ഒരു സംഗീത സഭ, അത് കൃഷ്ണാനന്ദ ഭാരതി എന്ന് പറയുന്ന ഒരു സ്വാമിജി നടത്തുന്നതാണ്. എല്ലാ വർഷവും 100 ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന സന്യാസ സഭയാണ്. ആ സഭയിൽ ഒരു ദിവസം എന്നെ ഒരു വിശിഷ്ടാതിഥി എന്നുള്ള നിലയിൽ പങ്കെടുക്കണം എന്നുള്ള നിലയ്ക്ക് വിളിച്ചപ്പോൾ അന്ന് അവിടെ സിഖ് ഗുരുവാണിയുടെ ആലാപനമായിരുന്നു. സിഖുകാരനായിട്ടുള്ളൊരു വലിയ സംഗീതജ്ഞനാണ് അത് അവതരിപ്പിക്കുന്നത്. നമ്മുടെ ഭജനകൾ പോലെയാണ്, ഭജനകളും കീർത്തനങ്ങളും ഒക്കെ പോലെ സിഖ് ഗുരുക്കന്മാരെഴുതിയ കീർത്തനങ്ങളാണ്. പക്ഷെ അവർ കീർത്തനങ്ങൾ എന്നല്ല വിളിക്കുന്നത്, ഭജന എന്നല്ല വിളിക്കുന്നത്, ശബദ് എന്നാണ്. ഓരോ സമയത്തും അവർ ഓരോ ദിവസവും ഈ കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് ശബദമെടുക്കുകയാണ്. ഇപ്പോൾ ഓരോ ശബദ് ആലാപനം ചെയ്യുന്നതിന് മുമ്പ് ആ ശബദ് ജന്മമെടുക്കാനുണ്ടായ കാരണം അദ്ദേഹം പറയുന്നുണ്ട്. ഔറംഗസീബ് ഒരു സിഖ് ഗുരുവിനടുത്ത് വാള് മുന്നിൽ വെച്ചുകൊണ്ട് ഈ മതം മാറുന്നോ അല്ലെങ്കിൽ ഈ വാള് സ്വീകരിക്കുന്നോ എന്ന് ചോദിക്കുന്നത്. തല തന്നെ പോയാലും ധർമ്മം വിട്ടൊരു ചിന്തയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഔറംഗസീബിൻ്റെ കൊലവാളിന് ആ ഗുരുവും മക്കളും എല്ലാം ഇരയാകുന്നത്. അതുപോലെ വേറൊരു ശബ്ദത്തിന് മുമ്പായി പറയുന്നുണ്ട്, എന്തൊക്കെ വന്നാലും അവസാനത്തെ പ്രതിരോധം എന്നുള്ള നിലയ്ക്ക് ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി അടരാടുന്ന യുദ്ധത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും പിന്നോട്ട് പോകില്ല, ഈ വാള് നിലത്ത് വെച്ചുകൊണ്ട് പിന്തിരിഞ്ഞു പോകില്ല. അപ്പം അതിലൊരു ശബ്ദത്തിന് മുമ്പായി അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ സൗത്ത് ഇന്ത്യയിലുള്ള ആളുകൾ, ദക്ഷിണ ഭാരതത്തിലുള്ള ആളുകൾ ഭാഗ്യവാന്മാരാണ്. നിങ്ങൾക്ക് 500 വർഷം പഴക്കമുള്ള ക്ഷേത്രങ്ങളുണ്ട്, 1000 വർഷം പഴക്കമുള്ള ക്ഷേത്രങ്ങളുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല. ഞങ്ങളുടെ പുരാതനമായ ക്ഷേത്രങ്ങളൊക്കെ ഈ 1000ഓളം വർഷങ്ങൾ നീണ്ടു നിന്ന അധിനിവേശത്തിൽ തകർക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ശക്തി കൊണ്ടും അധികാരം കൊണ്ടുമൊക്കെ മുച്ചൂടും ഒരു കല്ല് പോലും അവശേഷിപ്പിക്കാതെ വലിച്ചെറിയാൻ അവർക്ക് കഴിയുമായിരുന്നു. പക്ഷെ അതെപ്പോഴും ഈ ജനതയ്ക്ക് മുകളിൽ, ഈ സംസ്കൃതിക്ക് മുമ്പിൽ ഒരു അപമാനത്തിൻ്റെ ചിഹ്നമായി നിലനിൽക്കണം എന്നുള്ള ബുദ്ധിയുണ്ട് പലതും പകുതി ആക്രമിച്ച് എല്ലാ വിഗ്രഹങ്ങളുടെയും കയ്യോ തലയോ കാലോ ഒക്കെ അടിച്ചുടച്ച് ഗോപുരങ്ങൾ നശിപ്പിച്ച് അങ്ങനെ തകർത്ത് പോവുകയാണ് ചെയ്തത്. അതിൻ്റെ അവശിഷ്ടങ്ങളാണ് നമ്മൾ ഉത്തരഭാരതത്തിൽ മുഴുവൻ കാണുന്നത്. അപ്പോൾ കാശിയിലൊക്കെ പോയാൽ പുരാതനമായ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ ചുമരുകളൊക്കെ അതുപോലെ നിലനിർത്തിക്കൊണ്ടാണ്, അതിൻ്റെ മുകളിലാണ് മിനാരം പണിതിരിക്കുന്നത്. നിങ്ങളുടെ മുമ്പിൽ, നിങ്ങളുടെ വരും തലമുറയുടെ മുമ്പിലൊക്കെ ഒരു അപമാനത്തിൻ്റെ ചിഹ്നമായിട്ട് ഇതെന്നും നിലനിൽക്കണം. അവരൊരിക്കലും ഈ ഭൂമിയിൽ ഈ സനാതനധർമ്മം നശിക്കാത്തതാണെന്നും ഹിന്ദുവിൻ്റെ സ്വാഭിമാനത്തിൽ എന്തെങ്കിലും ഉണർന്ന് എഴുന്നേൽക്കും എന്ന് അവരൊരിക്കലും ചിന്തിച്ചില്ല. പക്ഷെ ഇന്ന് ആ ഹൈന്ദവമായ ഉണർവ് നമ്മൾ കാണുന്നുണ്ട്. അയോധ്യ, ഭഗവാൻ ശ്രീരാമൻ്റെ ജന്മഭൂമിയായിട്ടുള്ള അയോധ്യ നമ്മൾ വീണ്ടെടുത്ത് അവിടെ ഭവ്യവും ദിവ്യവുമായ രാമജന്മഭൂമി ക്ഷേത്രം ഉയർന്നു കഴിഞ്ഞു. കാശി വിശ്വനാഥ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വലിയ രീതിയിലുള്ള കയ്യേറ്റങ്ങളെല്ലാം ഒഴിപ്പിച്ചുകൊണ്ട് വിശാലമായ കോറിഡോർ തയ്യാറായി. മധുരയും കാശിയും ഒക്കെ വീണ്ടെടുപ്പിൻ്റെ പാതയിലുള്ള പരിശ്രമങ്ങൾ നടന്നു വരികയാണ്. അധികം വൈകാതെ തന്നെ കാശിയിലും മധുരയിലുമുള്ള അധിനിവേശത്തിൻ്റെ സ്മാരകങ്ങളൊക്കെ തകർന്നു വീഴും. അതിൽ ഇന്നത്തെ ഭാരതത്തിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ആർക്കും ഒരു സംശയമില്ല. നമ്മുടെയൊക്കെ ജീവിതകാലത്ത് തന്നെ ആ ഭവ്യമായ ദൃശ്യം നമുക്ക് കാണാനാകും എന്നുള്ളതിൽ. അപ്പം ആചാര്യന്മാർ ഓരോ കാലഘട്ടത്തിലും ധർമ്മത്തിന് വേണ്ടി ഇത്രത്തോളം പരിശ്രമിക്കുന്നത്, ധർമ്മത്തെ നിലനിർത്താൻ വേണ്ടി ഇത്രത്തോളം പരിശ്രമിക്കുന്നത് നമ്മൾ നമ്മുടെ ജീവിതകാലത്ത് എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു മാർഗദർശനം നൽകാൻ കൂടിയാണ്.